ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ജെമിനായിക്ക് വേണ്ടിയിട്ട് മന്ത്ലി ഡിസംബർ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസിനെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഈ പ്രോസസ്സ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് അത് ചെയ്യാം. പേഴ്സണൽ റീഡിങ്ങിൽ എന്താ വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ ആണ് ആൻഡ് നിങ്ങളുടെ എനർജിയാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ഇങ്ങനത്തെ ജനറൽ റീഡിങ്സിൽ എല്ലാവരുടെയും സിറ്റുവേഷൻ, കുറേ ആൾക്കാരുടെ സിറ്റുവേഷൻ ഇവിടെ വരും. അപ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ റെസൊനേറ്റ് ആവില്ല. അപ്പോൾ റെസൊനേറ്റ് ആവണ വീഡിയോസിന് വേണ്ടിയിട്ട് പേഴ്സണൽ റീഡിംഗ് ആണ് ബെസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അതൊരു പെയ്ഡ് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരും. എല്ലാം എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിനെ ജോയിൻ ചെയ്യണം വെച്ചാൽ, മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. ആൻഡ് അവിടെ നിങ്ങൾക്ക് ഡിസംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ജെമിനായി, നിങ്ങളുടെ ഡിസംബർ മാസത്തിൻ്റെ എന്താണ് മെസ്സേജസ് എന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി, ഡിസംബറുടെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി പേജ് ഓഫ് സോഡ്സ് ആണ്. നിങ്ങളുടെ പാസ്റ്റിൻ്റെ എനർജിയിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറണ്ട് എനർജി 10 ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി നിങ്ങളുടെ 10 ഓഫ് വാൻഡ്സ് ആണ്. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് നിങ്ങൾക്ക് 4 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. നിങ്ങൾക്ക് അഡ്വൈസ് ആണ് കിങ് ഓഫ് കപ്സ്. ആൻഡ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിലാണ് നിങ്ങൾക്ക് ഹാങ്ഡ് മാൻ. നിങ്ങളുടെ ഔട്ട്കം എന്താണ്? നിങ്ങളുടെ ഔട്ട്കം ആണ് ഈ കാർഡ്. ഇത് നമ്മൾ എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ ജെമിനായി, ഇവിടെ ഞാൻ കാണുന്നത് പേജ് ഓഫ് സോഡ്സ്. ഇതൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ്. എന്തോ ഒരു ഇൻഫർമേഷൻ കിട്ടുന്ന എനർജിയാണ്. നിങ്ങൾ മേ ബി ഒരു പുതിയ പേഴ്സൻ്റെ കൂടെ കണക്ട് ചെയ്യുന്നുണ്ടാവും. ഇത് പഠിപ്പിൻ്റെ എനർജിയാണ്. മേ ബി നിങ്ങൾ ഫെർദർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു ന്യൂ കോഴ്സ് ഇല്ലെങ്കിൽ ഒരു ന്യൂ ജോബ് ഇന്റേൺ ആയിട്ട് ഇല്ലെങ്കിൽ ഒരു പുതിയ ജോലി ജോയിൻ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ഇൻഫർമേഷൻ, റീസെർച്ച്, ഗോസിപ്പ് അതിൻ്റെയൊക്കെ എനർജിയാണ് പേജ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇത് നമുക്ക് ക്ലാരിഫൈ ചെയ്യാം. ഈ പേജ് ഓഫ് സോഡ്സ് ഇവിടെ എന്താണ് കാണുന്നത്? ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ആൻഡ് നൈറ്റ് ഓഫ് സോഡ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ മാതിരിയാണ് ഇവിടെ ഒരു ഫീലിംഗ് എനിക്ക് വരണത്. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. ഇത് കരിയർ റിലേറ്റഡ് ആയിരിക്കാം. ആൻഡ് ഈ പുതിയ ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ നിങ്ങൾക്ക് കുറേ ക്വിക്കായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും. ആൻഡ് ഇത് എന്തോ നിങ്ങൾക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ലാത്ത കാര്യമാണ്. അത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ല. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറെ റീസെർച്ച് ചെയ്യേണ്ടി വരും. ഇല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് അങ്ങനെ എന്തെങ്കിലും ജോയിൻ ചെയ്യേണ്ടി വരും. പക്ഷെ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. എന്നുവെച്ചാൽ നിങ്ങൾക്ക് ഇതൊരു വർക്ക് റിലേറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണ്. ആൻഡ് ഇത് നിങ്ങൾക്ക് കുറെ സക്സസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ ഇതിൽ കുറെ ഹാർഡ് വർക്ക്, എഫേർട്ട് ആൻഡ് റീസെർച്ചിന്റെ ആവശ്യമുണ്ട്. 2 ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ നിങ്ങളുടെ പാസ്റ്റിൽ 2 ഓഫ് പെൻറ്റിക്കിൾസ് ഒരു ഇംബാലൻസ്ഡ് എനർജിയാണ്. ഇപ്പോൾ ഇതൊരു ഫിനാൻഷ്യൽ ഇംബാലൻസ് ആയിരിക്കാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ എന്തോ കാര്യം കൊണ്ട് നിങ്ങളുടെ ലൈഫിൽ കുറെ സമയത്തിൻ്റെ ഇഷ്യൂസ് ആയിരുന്നു. നിങ്ങൾ കുറെ കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യണ എനർജിയാണ് 2 ഓഫ് പെൻറ്റിക്കിൾസ്. അതും ആവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ഇംബാലൻസ് ഉണ്ടായിരുന്നു. സ്ട്രെങ്ത്, ലിയോ എനർജി ആൻഡ് 5 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറെ നെഗറ്റീവായ ഒരു സിറ്റുവേഷന് നിങ്ങൾ വാക്ക് അവേ ചെയ്തു. ഇത് പേഴ്സണൽ ലൈഫ് ആയിരിക്കാം, ഇല്ലെങ്കിൽ കരിയർ ആയിരിക്കാം. കുറെ ഒരു സാബോട്ടാജ്, അൺഹെൽതി കോമ്പറ്റീഷന്റെ എനർജിയാണ് ഇത്. അപ്പോൾ കുറെ പേഷ്യൻ്റ്ലി നിങ്ങൾ അതിനെ ഡീൽ ചെയ്തു, കുറെ സമയം വരെ അതിനെ സഹിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തോന്നാൻ തുടങ്ങിയത് ഇത് ഇപ്പോൾ ശരിയാവില്ല. അപ്പോൾ നിങ്ങൾ വാക്ക് അവേ ചെയ്തു. ഈ സിറ്റുവേഷൻ, ഈ ജോബ്, ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾ വാക്ക് അവേ ചെയ്തു. ഇപ്പോൾ കറണ്ട് എനർജിയിൽ ഞാൻ കാണുന്നത് ഒരു ഹാപ്പി
റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, അപ്പോൾ 10 ഓഫ് കപ്സ് ആണ് ഇവിടെ. ഈ 10 ഓഫ് കപ്സ് എന്താണ് ഇവിടെ? അപ്പൊ ഇവിടെ ഒരു ഹാപ്പി റിലേഷൻഷിപ്പിൽ ഒരു സെപ്പറേഷൻ ആണ് ഞാൻ കാണുന്നത്. ഒരു ഫാമിലി ലൈഫിൽ സെപ്പറേഷൻ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ സെപ്പറേഷൻ ആയിരിക്കാം. ഇത് ചില കേസസിൽ ഹെൽത്ത് ഇഷ്യൂസും ആവാം. അപ്പൊ ഹെൽത്തിന്റെ കാര്യത്തിൽ കുറച്ച് സൂക്ഷിക്കണം. 9 ഓഫ് wands ഉണ്ട് ഇവിടെ. അപ്പോ എന്തോ ഇവിടെ ഞാൻ പറഞ്ഞ മാതിരി പാസ്റ്റിലുള്ള നെഗറ്റിവിറ്റിയുടെ കാരണം ഇപ്പൊ നിങ്ങൾ ആൻഡ് ആരോ പിരിഞ്ഞു, ആൻഡ് ഇവിടെ ഒരു സെപ്പറേഷൻ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് പേടി എന്താ വെച്ചാ, ഇപ്പോ നിങ്ങൾക്ക് ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക, എങ്ങനെയാ ഫ്യൂച്ചറിൽ എന്തൊക്കെയാ ഉണ്ടാവുക നിങ്ങൾക്ക് അറിയില്ല. ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ഉണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇത് ഒരു ജോലിയുടെ കാര്യമാണ് വെച്ചാൽ നിങ്ങൾ ഒരു ജോലിയുടെ സിറ്റുവേഷന് ബ്രേക്ക് എടുത്തു, ഇല്ല വെച്ചാൽ നിങ്ങൾ റിസൈൻ ചെയ്തു. അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊരു പേടി എന്താ വെച്ചാൽ പുതിയ ജോലി കിട്ടോ ഇല്ലയെന്ന് ആണ് പേടി. ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 10 ഓഫ് wands, നിങ്ങൾ എന്തോ ഒരു ബാഗേജ്, ഒരു ബേർഡനെ റിലീസ് ചെയ്യുക, ഒരു പുതിയ ബിഗിനിങ്ങിലേക്കാണ് പോണത് നിങ്ങൾ. 6 ഓഫ് wands ഉണ്ട് ഇവിടെ. അപ്പോൾ ഇവിടെ സക്സസ് ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ മേ ബി നിങ്ങൾക്കൊരു ലക്കി ബ്രേക്ക് കിട്ടുന്നുണ്ട്. ലക്കി പറയാൻ പറ്റില്ല, ഇത് നിങ്ങളുടെ എഫേർട്ടിന്റെ റിവാർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം ക്ലിക്ക് ആവണു, ഓക്കെ, നിങ്ങളുടെ കരിയറിൽ, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. ആൻഡ് അതുകൊണ്ട് കുറെ ഫെയിം, പോപ്പുലാരിറ്റി, സ്പോട്ട് ലൈറ്റിലാണ് നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ സോഷ്യൽ മീഡിയയിലാണ് വെച്ചാൽ മേ ബി എന്തോ വൈറൽ ആവണു. ഇവിടെ ഒരു പുതിയ പാഷനറ്റ് ബിഗിനിങ് ഉണ്ട്. അപ്പൊ ഇതൊരു ന്യൂ ക്രിയേറ്റീവ് ഓഫർ ആയിരിക്കാം, പുതിയ ക്രിയേറ്റീവ് കാര്യം ക്ലിക്ക് ആവുക, സഡൻലി വൈറൽ ആവുക, അങ്ങനത്തെ എന്തോ ഒരു കാര്യം ഞാൻ ഇവിടെ കാണുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഇപ്പൊ നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഡിസംബർ മാസത്തില് ഫിനാൻഷ്യൽ ക്രഞ്ച് ആണ്. അപ്പോൾ ഡിസംബർ മാസത്തില് ഫിനാൻസസ് കുറച്ച് സൂക്ഷിക്കുക. എന്നുവെച്ചാൽ കുറച്ച് ഒരു ഓവർ സ്പെൻഡിങ് പിന്നെ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് ഉണ്ടാവാൻ വഴിയുണ്ട്. ആൻഡ് നിങ്ങൾ ഒരു സഡൻലി ഒരു ജോബ് വിടേണ്ട വെച്ചാൽ മേ ബി കുറച്ചൊരു ഫിനാൻഷ്യലി ഈ മാസം കുറച്ചൊരു ടൈറ്റ് ആയിരിക്കാം. പക്ഷെ ഇവിടെ ഒരു പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നുണ്ട്. ഇതിപ്പോൾ റൊമാൻറ്റിക് സിറ്റുവേഷൻ ആണ് വെച്ചാൽ ഒരു ന്യൂ കമ്മ്യൂണിക്കേഷൻ, ന്യൂ ബിഗിനിങ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അത്ര ഓപ്പൺ അല്ല, നിങ്ങൾ കുറെ റിസർവ്ഡ് ആയിട്ടാണ്, ആ എനർജി റിസർവ്ഡ് എനർജിയിലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ഇംബാലൻസ് വരണു. ഇത് ഫിനാൻഷ്യൽ കാര്യമാണ് വെച്ചാൽ മേ ബി നിങ്ങൾ കുറച്ച് ഞാൻ പറഞ്ഞ മാതിരി ഫിനാൻസ് സൂക്ഷിക്കുക. നിങ്ങൾ ലോണിന് അപ്ലൈ ചെയ്യാം. അങ്ങനെയാണ് വെച്ചാൽ ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ നിങ്ങൾക്ക് കിട്ടും. പക്ഷെ അതുവരെ എങ്ങനെയെങ്കിലും ഫിനാൻഷ്യലി മാനേജ് ചെയ്യാൻ നോക്കുക. കിങ് ഓഫ് കപ്സ് ആണ് നിങ്ങളുടെ അഡ്വൈസ്. അപ്പൊ ഇവിടെ അഡ്വൈസ് നിങ്ങൾക്ക് എന്താ വെച്ചാൽ കുറച്ചുകൂടി ഒരു ഇമോഷണലി ഓപ്പൺ അപ്പ് ചെയ്യുക. കുറച്ച് പറഞ്ഞ ഇത്രയും ക്ലോസ്ഡ് ഓഫ് ആവാൻ പാടില്ല ലൈഫിൽ. ഇമോഷണലി കുറച്ച് ഓപ്പൺ അപ്പ് ആയ ഫ്രണ്ട്സിന്റെ കൂടെ സംസാരിക്കുക, ഇല്ല ഫാമിലിയുടെ കൂടെ കണക്ട് ചെയ്യുക. ഇവിടെ എന്തോ വലിയൊരു ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ, എന്തോ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് ഇമോഷണലി നിങ്ങൾക്ക് കുറച്ച് പറഞ്ഞാൽ ഇമോഷണലി കട്ട് ഓഫ് ചെയ്യരുത്, ആൾക്കാരെ കട്ട് ഓഫ് ചെയ്യരുത് ലൈഫിന്. ഞാൻ കാണുന്നത് ഇവിടെ ഒരു പുതിയ ബിഗിനിങ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണേ. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ പോസിറ്റീവായി ഇരിക്കുക എന്ന് വെച്ചാൽ ഇതൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് നോക്കുക. ഓക്കെ, എന്താ ഉണ്ടായി വെച്ചാൽ. പക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ ബിഗിനിങ് വരുന്നുണ്ട്. ഹാങ്ഡ് മാൻ ആണ് നിങ്ങളുടെ ഹിഡൻ ഫാക്ടറിൽ. അപ്പോൾ ഡെഫിനറ്റ്ലി എന്തോ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട് ഡിസംബറിൽ. നിങ്ങൾക്ക് എന്തോ ലെറ്റ് ഗോ ചെയ്യേണ്ടി വരുന്നുണ്ട്, എന്തോ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ ജോലി വിട്ടുവെച്ചാൽ ആ ലക്ഷൂറിയസ് ലൈഫ്, കംഫർട്ടുള്ള ലൈഫ്, ആ സ്റ്റെബിലിറ്റി, അതാണ് നിങ്ങൾ സാക്രിഫൈസ് ചെയ്യണത്. ഒരു റിലേഷൻഷിപ്പിനാണ് നിങ്ങൾ ബ്രേക്ക് ഓഫ് ചെയ്തു വെച്ചാൽ ആ ഒരു സ്റ്റാഗ്നേഷൻ എന്താ വെച്ചാൽ പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കംഫർട്ട് സോണിലായിരുന്നു. ഇപ്പൊ നിങ്ങൾ അതിൽ നിന്ന് പുറത്താണ് വരണേ. നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ലെറ്റ് ഗോ ചെയ്യാൻ വേണ്ടിയിട്ട് ഹീൽ ചെയ്യാനാണ് നോക്കണത്. അപ്പോൾ ഹാങ്ഡ് മാൻ ഇവിടെ എന്താണ്?
10 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ മോസ്റ്റ്ലി ഇതൊരു ഫിനാൻഷ്യൽ കാര്യമാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ഫിനാൻഷ്യലി കുറെ സെക്യൂർ ആയിരുന്നു മുമ്പേ, ഇപ്പോൾ അത് കുറച്ചൊരു സ്റ്റാഗ്നന്റ് ആയി. ഓക്കെ, പക്ഷെ ഇവിടെ ഒരു പുതിയ ബിഗിനിങ്ങും വരുന്നുണ്ട്, ഒരു സ്റ്റേബിൾ ന്യൂ ബിഗിനിങ്. നിങ്ങളുടെ എക്സ്പെക്ടേഷൻ്റെ അനുസരിച്ചിട്ടായിരിക്കില്ല, പക്ഷെ എന്തായാലും ഒരു സ്റ്റേബിൾ ബിഗിനിങ് ആണ്. ഓക്കെ, അപ്പോൾ അത് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഔട്ട്കം ഇവിടെ നോക്കാം. ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിങ് ഓഫ് സോഡ്സ് ആണ്. ഇത് അക്വേറിയസ് എനർജി ആണ്. അപ്പോൾ ഇതെന്താണ് ഇവിടെ കിങ് ഓഫ് സോഡ്സ് കാണുന്നത് ഔട്ട്കം ആയിട്ട്? 5 ഓഫ് പെൻറ്റിക്കിൾസ്. കുറെ ഫിനാൻഷ്യൽ ന്യൂസ് ആണ് ഇവിടെ ഞാൻ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യലി കുറെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ ഒരു ലോസ് ഞാൻ കാണുന്നുണ്ട്. ഇതൊരു ബിസിനസ് ലോസും ആവാം. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇവിടെ ഞാൻ കാണുന്നത് ചില ചാലഞ്ചസ് ആണ്. ഈ മാസം ഫിനാൻഷ്യലി നിങ്ങൾക്ക് കുറച്ച് ചാലഞ്ചസ്, ബ്ലോക്സ് ഉണ്ടാവും. പക്ഷെ പ്രാക്ടിക്കൽ ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾ ഡീൽ ചെയ്ത ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിലിറ്റിയുടെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അത് മാത്രമല്ല, വേറൊരു പേഴ്സൺ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും വരും. ഓറേൽസ് ഈ പേഴ്സന്റെ കാരണമായിരിക്കാം ഈ നിങ്ങളുടെ ലൈഫിൽ ഇത്രയും ചാലഞ്ചസ് ഉണ്ടാവുക. മേ ബി നിങ്ങളുടെ ബോസിന്റെ കൂടെയോ നിങ്ങളുടെ കലീഗിന്റെ കൂടെ എന്തോ വർക്ക്ഔട്ട് ആവണില്ല. ഓക്കെ, കുറെ ഫൈറ്റ്. ഇത് ബിസിനസ് പാർട്ട്ണറും ആവാം. അപ്പൊ നിങ്ങൾ വാക്ക് അവേ ചെയ്യണം. ഓക്കെ, ഇതൊരു റിലേഷൻഷിപ്പ് ആണ് വെച്ചാൽ നിങ്ങൾ കുറച്ചൊരു ലോ ആയിട്ടാണ് ഫീൽ ചെയ്യണത്. എന്നുവെച്ചാൽ ഇവിടെ ഒരു ബ്രേക്കപ്പ് ആണ് ഞാൻ കാണുന്നത്. അപ്പോ എന്താണ് നിങ്ങളുടെ ഏഞ്ചൽ മെസ്സേജസ് ഡിസംബർ മാസത്തില്? നിങ്ങൾക്ക് മെസ്സേജസ് എന്താണ്? ഡിസംബർ മാസത്തിന്റെ മെസ്സേജ് ആണ് നിങ്ങൾക്ക് ലവ്, ട്രാവൽ, ഹ്യൂമർ, വൈറ്റാലിറ്റി. ഗ്രീൻ കളർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലക്കി ആവും. ആൻഡ് നിങ്ങളുടെ ഏഞ്ചൽസ് പറയണത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഈ മാസം മേ ബി ട്രാവൽ നല്ലോണം ബെനിഫിറ്റ് ചെയ്യും. സോൾ ഗ്രൂപ്പ്സ് ഉണ്ട് ഇവിടെ. മെസ്സേജസ്, റിയൂണിയൻ, കണക്ഷൻ, വാലിഡേഷൻ. ഫ്രണ്ട്സിന്റെ കൂടെ കണക്ട് ചെയ്യുക, മെസ്സേജ് പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ ഓപ്പൺ ആയി വെക്കുക. അതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ സോൾ മെസ്സേജ്. സോൾ ഗ്രൂപ്പ്സിന്റെ കൂടെ കണക്ട് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ഉള്ള ആൾക്കാരുടെ കൂടെ റീകണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ്. ഇവിടെ ഞാൻ കാണുന്ന സൈൻസ് ടോറസ്, അക്വേരിയസ് ഉണ്ട്. കുറെ ഫയർ സൈൻസ് ഉണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വർഗോ, കാപ്രിക്കോണും ഇവിടെ കുറെ കാണാനുണ്ട്. ആൻഡ് പൈസീസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിംഗ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന് വേണ്ടിയിട്ട് തന്നെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.